നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് ലക്ക് കൊണ്ടുവരുന്ന കുറച്ച് പേപ്പർ സ്റ്റാർസ് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഒരു ജാറിലാക്കി വെക്കുന്നു. അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്തു തുടങ്ങിയതാണ് പേപ്പർ സ്റ്റാർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ പെട്ടെന്നൊരു ഐഡിയ തോന്നി, എന്നാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ പേര് കൂടി ആഡ് ചെയ്താലോ. ഓരോ സ്റ്റാറിലും ഓരോ സബ്സ്ക്രൈബറിന്റെ പേര്, ഒരു ജാർ നിറയെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പേര് എഴുതിയ സ്റ്റാറുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആഗ്രഹം നടക്കാനും നമുക്ക് ലക്ക് കൊണ്ടുവരാനും ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണെന്നാണല്ലോ ഇതിന്റെ ഒരു മിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഓരോ ആഗ്രഹം കൂടി വിചാരിച്ചോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്ന എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹോപ്പാണ്, ഈ ജാർ നിറയെ ഹോപ്പാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഹോപ്പ്. എനിക്ക് ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്. ഇപ്പൊ കുട്ടികളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അവരൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹമൊക്കെ നടക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ ഇത് നമുക്കൊരു ചെറിയ ഹോപ്പ് തരും. നല്ല രസമല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തു. അപ്പൊ എല്ലാവരുടെയും പേര് നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വഴിയെ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ പേര് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണ കമന്റ് ചെയ്തു, ഞാൻ റിപ്ലൈ തന്നാൽ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കുള്ളൂ.